കിക്ക് ബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉം. നമ്മളുടെ ബോക്സിങ്ങും ഉം. അതുപോലെ തന്നെ ബോക്സിങ്ങിലുള്ള പഞ്ചസും അതുപോലെ തന്നെ കരാട്ടയിലൊക്കെ ഉള്ള പോലെ കിക്സും കൂടി ചേർന്നതാണ് കിക്ക് ബോക്സിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മളുടെ ബോക്സിങ്ങിൽ ഐ ഹാൻഡ് കോർഡിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കിക്ക് ബോക്സിങ്ങിൽ ഐ ഹാൻഡ് ലെഗ് കോർഡിനേഷൻ ആവശ്യമാണ്. സെയിം മൂവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ബാക്കി ബോക്സിങ്ങിലുള്ളത് പോലെ തന്നെയാണ്. നമ്മൾ നോർമലി ബോക്സിംഗിൽ നിന്ന് എങ്ങനെയാണ് ഇത് ഡിഫർ ചെയ്യുന്നത്? എന്ത് ഡിഫറൻസ് ആണ് ഇതിനുള്ളത് കിക്ക് ബോക്സിംഗ്? ബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കൈകൊണ്ട് മാത്രം പഞ്ചസ് മാത്രമാണ് ബോക്സിങ്ങിലുള്ളത്. പക്ഷേ കിക്ക് ബോക്സിംഗിൽ എന്ന് പറയുമ്പോഴത്തേക്ക് പഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ കിക്സും ഉണ്ട്, കാലുകൊണ്ടുള്ള എല്ലാ ബോഡി പാർട്ടും ഉപയോഗിക്കും. അതെ. അതുപോലെ തന്നെ ബോക്സിംഗിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റ ഇവന്റ് ബോക്സിംഗ് എന്ന് പറയുന്ന ഒറ്റ ഇതേ ഉള്ളൂ. കിക്ക് ബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ 7 ഡിസിപ്ലിൻസ് ഉണ്ട്. അതായത് ഒരു എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സദ്യ വിളമ്പി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ അത് എടുക്കാൻ പറ്റുമല്ലോ. സെയിം അതുപോലെയാണ്. അതായത് കൊച്ചു കുട്ടികൾക്ക് തന്നെ ചിലപ്പം ചില കുട്ടികൾക്ക് ഇടിപേടിയായിരിക്കും, പക്ഷെ അവർക്ക് ഇതേപോലുള്ള ഗെയിം കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. അപ്പോൾ ഇടി കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് വേദന എടുക്കാത്തതും അതുപോലെ തന്നെ ബ്ലീഡിങ്ങോ എന്താ പറയുന്നത് ഒന്നും പൊട്ടലോ ഒന്നും വരാത്തതുമായിട്ടുള്ള ഈവൻസ് ഇതിനുണ്ട്. 7 ഡിസിപ്ലിൻസ് കിക്ക് ബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് പോയിന്റ് ഫൈറ്റ് എന്ന് പറയുന്നത്, പോയിന്റ് ഫൈറ്റ്. അതെന്ന് പോയിന്റ് ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് കിട്ടും. ഉദാഹരണം തൊട്ടുകളി. അതായത് ഒരാള് 2 പേര് നിൽക്കുന്നു, 2 ഒപ്പണൻസ് നിൽക്കുന്നു. ഓക്കെ, റെഫറി ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ആരാണോ ടച്ച് ചെയ്യുന്നത് അവർക്ക് പോയിന്റ് കിട്ടും. ഉടനെ തന്നെ സ്റ്റോപ്പ് പറഞ്ഞിട്ട് പോയിന്റ് ഡിക്ലെയർ ചെയ്യും ഓൺ ദ സ്പോട്ട്. ആദ്യം ആരാണോ തൊടുന്നത്, ഫസ്റ്റ് പഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ കിക്ക് ചെയ്യുന്നത് അവർക്ക് പോയിന്റ് കിട്ടുന്നു. ആദ്യം അതെ പോയിന്റ് കിട്ടും. പക്ഷെ അത് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് വളരെ ഈസിയാണെന്ന്. പക്ഷെ അത് ഈസി അല്ല. അതിന് നല്ലൊരു ടെക്നിക്ക്, അതിനാണ് ടെക്നിക്ക് കൂടുതൽ ആവശ്യം വേണ്ടത്. അതാണ് പോയിന്റ് ഫൈറ്റ്. രണ്ടാമത്തെന്ന് പറയുന്നത് ലൈറ്റ് കോണ്ടാക്ട്. മൂന്നാമത്തെന്ന് പറയുമ്പോഴത്തേക്ക് ലൈറ്റ് കോണ്ടാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പോയിന്റ് ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹിപ്പിന് മേളിലോട്ടാണ് കിക്ക് ചെയ്യേണ്ടത്. പഞ്ചസ് ബോക്സിംഗ് പഞ്ചസ് ആണ്. അതുപോലെ തന്നെ ലൈറ്റ് കോണ്ടാക്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഹിപ്പിന് മേളിലോട്ടാണ് കിക്ക് ചെയ്യേണ്ടത്. പഞ്ചസ് ബോക്സിംഗ് പഞ്ചസ്. പോയിന്റ് ഫൈറ്റും ലൈറ്റ് കോണ്ടാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പോയിന്റ് ഫൈറ്റ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് പോയിന്റ് എന്ത് ചെയ്യും, ഡിക്ലെയർ ചെയ്യും. ബട്ട് ലൈറ്റ് കോണ്ടാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് 3 റൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോയിന്റ് അറിയാൻ പറ്റുന്നത്. ആ 2 മിനിറ്റിന്റെ ഒരു റൗണ്ട് എന്ന് പറയുമ്പോൾ 2 മിനിറ്റും ഫുള്ള് മൂവ് ചെയ്ത് കളിച്ചേ പറ്റുള്ളൂ. അതിന്റെ ഇടയ്ക്കുള്ള ബ്രേക്ക് ഒന്നുമില്ല. അത് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ 1 മിനിറ്റ് ബ്രേക്ക് കിട്ടത്തുള്ളൂ. അത് നോർമലി 2 മിനിറ്റാണ് ഈ റൗണ്ട് വരുന്നത്. അതെ, 2 മിനിറ്റിന്റെ 3 റൗണ്ടാണ്. പക്ഷെ അത് ചിൽഡ്രൻ 7 വയസ്സ് തൊട്ട് 9 വയസ്സുള്ള കുട്ടികൾ വരുമ്പോഴത്തേക്ക് 1 മിനിറ്റിന്റെ 2 റൗണ്ട് അങ്ങനെ പോകും. അത് നമ്മളുടെ ഏജ് കാറ്റഗറി അനുസരിച്ച് റൗണ്ടിനും ടൈമിങ്ങിനും വ്യത്യാസം വരും. അടുത്ത മൂന്നാമത്തത് വരുന്നത് കിക്ക് ലൈറ്റ് ആണ്. അത് കാൽമുട്ടിന് മേളിലോട്ടാണ് കിക്ക് ചെയ്യേണ്ടത്. പഞ്ചസ് ബോക്സിംഗ് പഞ്ചസ് ആണ്. ഇതിൻ്റെയൊക്കെ ഡ്രസ് കോഡിനും വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞ പോയിന്റ് ഫൈറ്റും ലൈറ്റ് കോണ്ടാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ലോങ് പാൻറ്റും നമ്മളുടെ ടീഷർട്ടുമാണ് യൂസ് ചെയ്യുന്നത്. കിക്ക് ലൈറ്റ് വരുമ്പോഴത്തേക്ക് ഷോർട്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഹാഫ് സ്ലീവ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് സെയിം ബോക്സിംഗ് പഞ്ചസും കിക്സും ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത എന്ന് പറയുമ്പോൾ ഫോംസ് ആണ്. ഫോംസിൽ തന്നെ 2ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മ്യൂസിക്കൽ ഫോം എന്നും ക്രിയേറ്റീവ് ഫോം എന്നും. മ്യൂസിക്കൽ ഫോം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫോംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ കരാട്ടയിലൊക്കെ കത്താസ് കണ്ടിട്ടുണ്ട്. നമ്മളുടെ കളരിപ്പയറ്റിൽ അവരുടെ ചുവടുകൾ, അതുപോലെ തന്നെ നമ്മളുടെ നഞ്ചക്ക്, സ്റ്റിക്ക്, സ്വാഡ് ഒക്കെ വെച്ചിട്ടുള്ള ഇൻഡിവിജ്വൽ പെർഫോമൻസ് വരുന്നുണ്ട്. അത് തന്നെ നമുക്ക് കിക്ക് ബോക്സിംഗിലും ചെയ്യാൻ പറ്റും. അതാണ് മ്യൂസിക്കൽ ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് വിത്ത് മ്യൂസിക് നമ്മളൊരു ആർട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്വയം നമ്മളുടെ പെർഫോമൻസ്, നമ്മളുടെ ബാലൻസിങ്, ഇൻഡിവിജ്വൽ പെർഫോമൻസ് അതെ മ്യൂസിക്കൽ അനുസരിച്ച് വിത്തൗട്ട് മ്യൂസിക് ചെയ്യുന്നതാണ് ക്രിയേറ്റീവ് ഫോം. അത് വിത്ത് വെപ്പണും ഉണ്ട്, വിത്തൗട്ട് വെപ്പണും ഉണ്ട്, ഗ്രൂപ്പ് ആയിട്ടും ചെയ്യുന്നതാണ്. ഇത്രയും വരുന്നത് തട്ടമി മാറ്റിലാണ്. ഇനി അടുത്ത 3 വരുന്നത് റിങ്ങിന്റെ അകത്താണ്. ബോക്സിംഗ് റിങ്, പ്രോപ്പർ ബോക്സിംഗ് റിങ്ങിന്റെ അകത്താണ് വരുന്നത്. ഫുൾ കോണ്ടാക്ട്, ലോ കിക്ക്, K1 സ്റ്റൈല്. ഇതിനെല്ലാം ബോക്സിംഗ് പഞ്ചസ് ആണ്. കിക്സും സെയിം കിക്കുകളാണ്. പക്ഷെ K1 എന്ന് പറയുന്നതിൽ മാത്രം ഒരു ഡിഫറൻറ്റ് ഉള്ളതെന്ന് പറയുന്നത് അതിൽ സ്പിന്നിങ് ബാക്ക് ഫിസ്റ്റ്. അതായത് നമ്മളുടെ ഫിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്. ഇത് 360 ഡിഗ്രി തിരിഞ്ഞിട്ട് നമുക്ക് ആളുടെ ഫേസിലടിക്കാം. പിന്നെ
കാൽമുട്ട് വെച്ചിട്ട് നീ അറ്റാക്ക് ഉണ്ട്. ഇനി കോമ്പിനേഷൻ ഓൺലി സിംഗിൾ നീ അറ്റാക്ക്. ഇതാണ് വരുന്നത്. ഓക്കെ.